ശ്രീ M.R. ബൈജു. സർ, ഞാൻ ഈ ധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ബില്ലിനെ അനുകൂലിക്കുകയാണ്. 7 മിനിറ്റ്. ഞാനൊരു ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ജനപ്രതിനിധിയായിരുന്നു. സർ, ആ കാലഘട്ടത്തിൽ വിളപ്പിശാല എന്ന് പറയുന്ന സ്ഥലത്ത് ബഡ് സ്കൂളിൻ്റെ നിർമ്മാണവുമായി പോയുന്ന സമയത്താണ് 51 വയസ്സുള്ള മകളെയും കൂട്ടി 78 വയസ്സുള്ള ആ വൃദ്ധനായ പിതാവ് എത്തിച്ചേരുന്നു. അന്ന് ആ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം കടന്നു പോകുമ്പോൾ ആ പിതാവ് എന്നോട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വീണില്ല എന്നേ ഉള്ളൂ. അത്രത്തോളം വിഷമത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ ഈ മകളെ എൻ്റെ കാലശേഷം ആര് നോക്കും എന്നുള്ളതാണ്. ആ കുട്ടിയുടെ അമ്മ മരിച്ചു പോയിട്ട് വർഷങ്ങളായി. തൻ്റെ അവസാന കാലഘട്ടം അടുക്കാറായി. ഇനി ആരാണ് എൻ്റെ മകളെ നോക്കുക എന്നുള്ള ആ പിതാവിൻ്റെ ചിന്ത, അത് ഒരു ഒറ്റപ്പെട്ട പിതാവിൻ്റെ ചിന്തയല്ല എന്ന് നമുക്കറിയാം. ഭിന്നശേഷിക്കാരായ ഒരുപാട് കുട്ടികൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഒരു നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എങ്ങനെ അനുകൂലിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കും സാർ? ഞാൻ ഈ വിഷയം സൂചിപ്പിച്ചുകൊണ്ട് ബജറ്റിന് മുന്നോടിയായി അദ്ദേഹത്തെ കാണുമ്പോൾ എൻ്റെ മണ്ഡലമായിട്ടുള്ള കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ മലയൻകീഴിൽ ഒരു റെസിഡൻഷ്യൽ ബഡ് സ്കൂൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അതിനെ വളരെ അനുകൂലമായി ഒരു മടിയും കൂടാതെ അനുവദിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോടുള്ള, പ്രത്യേകിച്ചും കേരളത്തിലാകമാനം വരുന്ന ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഭിന്നശേഷിക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് കുട്ടികൾക്ക് വേണ്ടി, അവരുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടി നന്ദി പറയുകയാണ് സാർ. റെസിഡൻഷ്യൽ ബഡ് സ്കൂൾ എന്നുള്ള ആശയം അത് പറയുമ്പോൾ അവരുടെ പഠനകാലഘട്ടത്തിൽ അവരെ പഠിപ്പിക്കുക മാത്രമല്ല, അവരുടെ സ്വയം തൊഴിലിന്, അവർക്ക് അനുയോജ്യമായിട്ടുള്ള സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, ആ കാലഘട്ടത്തിന് ശേഷം അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിച്ച താല്പര്യത്തെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് സാർ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം ആരോഗ്യരംഗം വെന്റിലേറ്ററിലായിരുന്നല്ലോ സാർ. ആ കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ പിടിപ്പുകേട് കൊണ്ട് എൻ്റെ നിയോജക മണ്ഡലത്തിൽ കാട്ടാക്കടയിൽ ബിസ്മീർ എന്ന ചെറുപ്പക്കാരൻ മരണമടഞ്ഞു. വിളപ്പിൽശാല ആരോഗ്യ കേന്ദ്രത്തിലെത്തിയ ചെറുപ്പക്കാരൻ, അദ്ദേഹം ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീണ് മരിച്ചത് അന്ന് വളരെ ചർച്ചയായിരുന്നു, നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ 2 മക്കളും വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കളും ആ കുടുംബം ഇന്ന് അനാഥരാണ് സാർ. അത് സ്വാഭാവികമായിട്ടും കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ വിളപ്പിൽശാല ഒരു ആശുപത്രിയിൽ മാത്രമല്ല, അത് ആ നിയോജക മണ്ഡലത്തിൽ വരുന്ന താലൂക്ക് ആശുപത്രിയായി ഉയർത്തപ്പെട്ട മലയൻകീഴ് ആശുപത്രിയുടേത് അടക്കമുള്ള ആശുപത്രികളുടെ ഒരു ശോചനീയാവസ്ഥയാണ്. താലൂക്ക് ആശുപത്രി നിലവാരത്തിലേക്ക് ആശുപത്രി ഉയർത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ കെട്ടിടങ്ങളുടെ നിർമ്മാണം മാത്രമേ ഉള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങൾ, ഡോക്ടർമാരുടെ കാര്യത്തിലടക്കം ഇന്നും പിന്നോക്കാവസ്ഥയിൽ നിലനിൽക്കുകയാണ് സാർ. എൻ്റെ നിയോജക മണ്ഡലത്തിൽ വരുന്ന സുമയ്യ എന്ന് പറയുന്ന പെൺകുട്ടി തൈറോയ്ഡ് ബാധയുമായിട്ട് തൈറോയ്ഡ് എന്ന അസുഖവുമായി ബന്ധപ്പെട്ടാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയത്. അന്ന് അവിടെ ഓപ്പറേഷൻ നടത്തുമ്പോൾ ഗൈഡ് വയർ ആ കുട്ടിയുടെ ഉള്ളിൽ കൊടുക്കും. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അടക്കമുള്ള എല്ലാ ഡോക്ടർമാരോടും പരാതി പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവരെ അന്ന് പരാതി പറയാൻ അവസരം ലഭിച്ചില്ല. പക്ഷേ ആ കുട്ടി ഇന്നും ആ ഗൈഡ് വയറുമായി നടക്കുകയാണ്. അവരുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് സാർ. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതെ നോക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കാതെ എങ്ങനെ കടന്നു പോകാൻ സാധിക്കും സാർ? കാട്ടാക്കട നിയോജക മണ്ഡലത്തിലൂടെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകുന്ന 2 പ്രധാനപ്പെട്ട റോഡുകൾ, ഒന്നിൻ്റെ നിർമ്മാണം ആരംഭിക്കേണ്ടതുണ്ട് സാർ. ഇന്ന് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി രാവിലെ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ അതിൻ്റെ സമീപ പ്രദേശങ്ങളാകമാനം വികസന കാര്യത്തിൽ വളരെ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. വിഴിഞ്ഞം നാവായിക്കുളം ഇടറോഡിൻ്റെ നിർമ്മാണം, ഔട്ടർ റിംഗ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന അവസരത്തിൽ കാട്ടാക്കടയിൽ വലിയ വികസന സാധ്യതകളാണ് ജനം കൽപ്പിക്കുന്നത് സാർ. പ്രത്യേകിച്ചും ആ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ നടപടികൾ വേഗത്തിലാക്കാത്തത് കൊണ്ട് ജീവൻ പൊലിഞ്ഞത് 7 പേർക്കാണ് സാർ. ഈ സാധാരണ ഭൂവുടമകളുടെ കയ്യിൽ നിന്നും വാങ്ങിവെക്കുന്ന പ്രമാണങ്ങളും മറ്റ് രേഖകളും അവർ വാങ്ങിവെക്കുമ്പോൾ
അവരുടെ കുട്ടികളുടെ പഠനത്തിനു വേണ്ടി വീട്ടിലൊരു അത്യാഹിതം സംഭവിച്ചാൽ അതിന് പണയപ്പെടുത്തുന്നതിന് വേണ്ടി കുട്ടികളുടെ വിവാഹ ആവശ്യത്തിനും മറ്റും ഈ വസ്തു പണയം വയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ജീവിക്കാൻ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ അവർ ആത്മഹത്യയിലേക്ക് പോകും. ഈ സർക്കാർ വന്നതിന് ശേഷം ആദ്യമായിട്ടെടുത്ത നടപടികളിലൊന്ന് അവർക്ക് ഈ വസ്തു ഉടമകൾക്ക് തുക കൈമാറി കൊടുക്കുക എന്നുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ സ്വാഭാവികമായും ആ റോഡിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ബജറ്റിൽ 100 കോടി രൂപ അനുവദിച്ചു എന്നുകൂടി കേൾക്കുമ്പോൾ വളരെയധികം അഭിമാനവും സന്തോഷമുണ്ട് സാർ. അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുകയാണ് സാർ. സാർ, വിളപ്പിൽശാല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ചവർ സംസ്കരണ ശാലയായിരുന്നു. എന്നാൽ ഇന്ന് അത് മാറി. അവിടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ KTU അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കടന്നു വരവിന് കാരണമാവുകയാണ്. നിരവധി സ്വകാര്യ വിദ്യാലയങ്ങൾ ആ മേഖലയിൽ വന്നിട്ടുണ്ട് സാർ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ, നമ്മുടെ വിളപ്പിൽശാലയിൽ നേരത്തെ ഇവിടെ ഒരു അംഗം സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ ഒരു UP സ്കൂൾ പ്രാഥമിക വിദ്യാലയം, ഞാനന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുന്ന അവസരത്തിൽ അവിടെ ആദ്യഘട്ടങ്ങളിൽ 200-ന് താഴെ കുട്ടികൾ പഠിച്ച ഒരു വിദ്യാലയമാണ്. മറ്റ് പലവിധ ഫണ്ടുകളും കൊണ്ടുവന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ നമ്മൾ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ 900-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായി ആ വിദ്യാലയം മാറി. പക്ഷേ ഇന്നും അത് UP സ്കൂളായി തുടരുകയാണ് സാർ. ആ പഞ്ചായത്തിന് ഏറ്റവും അടിയന്തരമായി ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അനുവദിച്ചാൽ തീർച്ചയായിട്ടും അവിടുത്തെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പ്രധാന കാരണമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സാർ. സാർ, ആ മണ്ഡലത്തിൽ തന്നെ വരുന്ന മാർനല്ലൂർ പഞ്ചായത്തിൽ പഞ്ചമി പിന്നോക്ക സമുദായത്തിൽപ്പെട്ട പഞ്ചമിക്ക് പഠനം നിഷേധിച്ച ഊരുട്ടമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത് ഊരുട്ടമ്പലത്തും ഇതുപോലൊരു UP സ്കൂളുണ്ട് സാർ. അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ മെച്ചപ്പെടുത്തി വരികയാണ്. ആ സ്കൂളടക്കം സാർ അത് ഹൈസ്കൂളായിട്ട് ഉയർത്തിയാൽ ആ മേഖലയിലെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് കാരണമായി മാറും സാർ. ധനാഭ്യർത്ഥനകളെ സംബന്ധിക്കുന്ന ഈ ബില്ലിനെ ഞാൻ ഹൃദയപൂർവ്വം പിന്തുണയ്ക്കുകയാണ്.